നമ്മുടെ പാദങ്ങൾക്കൊരു ഭൂമിയുണ്ട് എന്നും നമ്മുടെ നാവുകൾക്ക് ഒരു ഭാഷ ഉണ്ട് എന്നും നമ്മുടെ ഭാവനയ്ക്ക് ഒരു ആകാശമുണ്ട് എന്നും നമ്മുടെ തലച്ചോറിന് ഒരു പ്രാപഞ്ചികത ഉണ്ട് എന്നും ഈ ആയുസ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു, ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അറിയാതെയും പറയാതെയും ഇരിക്കുന്നത് അസംതൃപ്തി ഉണ്ടാക്കും. അതിനാൽ നാം നിരന്തരം അതിജീവനത്തിൻ്റെ ഭാഷ കണ്ടെത്തുകയാണ് സ്വയം. ഇരുട്ടെ നീ എവിടെയായിരുന്നു ഒളിച്ചിരുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഞാൻ വെളിച്ചമില്ലാത്തിടത്താണ് ഒളിച്ചിരുന്നത്. അപ്പോൾ വെളിച്ചമില്ലാത്തത് എവിടെയാണ്? ഏതെങ്കിലും ഒരു മൂലയിലാണ്, ഒരു ഗുഹയിലാണ്, ഉപേക്ഷിക്കപ്പെട്ട ഒരു നിലവറയിലാണ്. അവിടെ നിനക്ക് സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ, പക്ഷേ വെളിച്ചം വരുന്നിടം വരെ മാത്രം. പിന്നെ ഞാനില്ലല്ലോ. എനിക്കൊരു ശത്രുവേ ഉള്ളൂ, അത് വെളിച്ചമാണ്. അജ്ഞാനത്തിന് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് അറിവാണ്. അറിവ് ബാഹ്യമായും ആന്തരികമായും കൊളുത്തപ്പെടുന്നതോടുകൂടി മാഞ്ഞു പോകും അജ്ഞാനം, അസന്തുഷ്ടി മാഞ്ഞേ പോകും. അന്തർമുഖത്വം ഇല്ലാതാകും. ഭയന്ന് ജീവിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും തിരുത്താൻ കഴിയാത്ത ഗതികേട്. ഭയന്ന് ജീവിക്കേണ്ടി വരിക, വിറച്ച് ജീവിക്കേണ്ടി വരിക. ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം. പട്ടിണി സഹിക്കാം, ദാരിദ്ര്യം സഹിക്കാം, ഇല്ലായ്മ സഹിക്കാം, തൊഴിലില്ലെങ്കിൽ ഒന്ന് കണ്ടെത്താം, എനിക്ക് വിയർപ്പ് ചിന്താം, എൻ്റെ കർമ്മമേഖല എനിക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു കർമ്മ ആഭിമുഖ്യം നമുക്കില്ല എങ്കിൽ വീട്ടിലും നാട്ടിലും വളർന്നു വരുന്ന അസംതൃപ്തിക്ക് അളവുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ആന്തരികമായും ബാഹ്യമായും നമ്മെ തന്നെ പരീക്ഷിക്കാൻ, നമ്മെ തന്നെ ചിലത് ബോധ്യപ്പെടുത്താൻ ആത്മോപദേശം തരുകയാണ് ശ്രീ KF ജോർജ്. ഇത് പരോപദേശമല്ല, ആത്മോപദേശമാണ്. എനിക്ക് എന്നെ ഉപദേശിക്കാൻ ചിലതുണ്ട്, എന്നെ കണ്ടെത്താൻ ചിലതുണ്ട്. എത്രയോ കാലം കുട്ടികളെ വിദ്യയുടെ ലോകത്തേക്ക് നയിച്ച അധ്യാപകൻ എന്നോട് പറയുകയായിരുന്നു, പരസ്പരം സംസാരിക്കാനുള്ള വാതിലുകൾ അടച്ചിട്ടാൽ പിന്നെ നാം ആരോട് സമ്മതിക്കും? അച്ഛനും മക്കൾക്കും തമ്മിൽ സംവേദനമില്ല, അമ്മയ്ക്കും മക്കൾക്കും തമ്മിലില്ല, സഹോദരങ്ങൾ പരസ്പരം ഇല്ല സംവേദനം. ഔപചാരികമായ കൃത്രിമ സംവേദനങ്ങളാൽ നമ്മളുടെ കുടുംബം അരക്ഷിതമായി അരാജകത്വത്തിലേക്ക് പോയി. ഈ പുസ്തകത്തിൻ്റെ ബ്ലർബ് വായിച്ചിട്ട് ജോൺ സാർ എന്നോട് പറയുകയാണ്, എത്രയോ വർഷം അധ്യാപകനായിരുന്നു, BEd കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, അരാജകത്വത്തിൻ്റെ ഉന്മാദ വഴി ഉപേക്ഷിക്കുവാൻ അകത്തൊരു ഗുരു അവതരിച്ചേ കഴിയും. അകത്ത ഒരു ഗുരു അവതരിച്ചേ കഴിയും. ബാഹ്യമായ ഗുരുക്കളുണ്ട്. ഫീസ് കൊടുത്ത് ഗുരുക്കന്മാരെ നേടാം, നമുക്ക് ഫീസ് കൊടുത്ത് ബിരുദം നേടാം, ഫീസ് കൊടുത്ത് എന്തു വേണമെങ്കിലും നമുക്ക് നേടാം. പണം കൊടുത്ത് നേടാൻ കഴിയാത്തതൊന്നുമില്ല. നമുക്ക് നെടുങ്കൻ കൊട്ടാരങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കാം, അതിലില്ലാത്ത ഭൂമി വില കൊടുത്ത് വാങ്ങിക്കാം, സർവ്വ എസ്റ്റേറ്റുകളും നമുക്ക് സ്വന്തമാണെന്ന് തോന്നാം. നമുക്ക് ലോകത്തിൽ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. ഞാൻ ഒരിക്കൽ ഒറ്റ വാഹനത്തിൽ ഒരു സീറ്റിൽ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിലും എൻ്റെ ഗാരേജിൽ 10 വില കൂടിയ വാഹനങ്ങൾ വേണം എന്നത് എൻ്റെ ആഗ്രഹമാണ്. ആഗ്രഹമാണോ, ദുരാഗ്രഹമാണോ, അതോ വേറെന്തെങ്കിലും തരത്തിലുള്ള വിചാരമാണോ എന്നൊന്നും നമുക്ക് അളന്നെടുക്കാൻ സാധ്യമല്ല. പണം നിരന്തരമായി കിലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതും സ്വന്തം മടിയിൽ നിരന്തരമായി കിലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സത്യം പറയുന്ന നാവ് മാത്രം നിശബ്ദമായിരിക്കും. കാരണം സത്യം വിലപ്പോവുകയില്ല. അത്രമേൽ ശക്തമായി നിങ്ങളുടെ മടിശീല നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളോടും ലോകത്തോടും. അതുകൊണ്ട് പിടിച്ചാൽ പിടികിട്ടാത്ത അത്ര വേഗത്തിൽ പാഞ്ഞു വരുന്ന ഒരു ജീവിതത്തിൻ്റെ
അധിനിവേശത്തെ നേരിടാൻ കഴിയാതെ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. 300 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ വീൽ പെട്ടെന്ന് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പാഞ്ഞു വന്നാൽ നിങ്ങൾ യുക്തിയോടെ, വിവേകത്തോടെ, ബുദ്ധിയോടെ നിങ്ങളൊന്ന് മാറി നിൽക്കും. അതിൻ്റെ സ്വാഭാവികമായ പതനം അത് തന്നെ കണ്ടുപിടിക്കും. ഏതെങ്കിലും ചേറ്റുകുഴിയിൽ, ഏതെങ്കിലും താഴ്വരയിൽ ഇനി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു മതിലിൻ്റെ മുമ്പിൽ ചെന്ന്, അതിനെ തകർക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ശക്തിയുടെ മുമ്പിൽ ചെന്ന് തകർന്ന് തരിപ്പണമായി ഛിന്ന ഭിന്നമായി പോവുകയല്ലാതെ നിവൃത്തിയില്ല. നിങ്ങൾ മാറി നിന്നതിലൂടെ രക്ഷപ്പെട്ടത് കഷണമായി പോയേക്കാമായിരുന്ന നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ മോഹമാണ്. ഒരു ചെറിയ വിവേകം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്ര പ്രാവശ്യം മാറും? ഇടത്തോട്ട് മാറും, വലത്തേക്ക് മാറും, മുമ്പോട്ട് മാറും, പുറകോട്ട് മാറും, വട്ടം ചുറ്റി മാറും. എത്ര പ്രാവശ്യം നമുക്കിങ്ങനെ മാറി നിൽക്കാൻ കഴിയും? അതുകൊണ്ട് മാറ്റത്തിൻ്റെ ആവർത്തനങ്ങൾ നമുക്കുണ്ടാക്കിത്തരുന്ന അരാജകത്വത്തിൻ്റെ ഒരു വല്ലാത്ത മേഖലയുണ്ട്. അതിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, അധികാരം. ഈ അധികാരത്തിൻ്റെ കടിഞ്ഞാൺ കയ്യിൽ വെച്ച് ചലിപ്പിക്കുന്നത് വലിയ ശക്തികളാണ്. ഇത് ഉപഭോക്തൃ സമൂഹമാണ്, കൺസ്യൂമർ സൊസൈറ്റിയാണ് നമ്മുടേത്. ഞാൻ നിങ്ങൾക്ക് തരാൻ, വിൽക്കാൻ ആഗ്രഹിക്കുന്ന പദാർത്ഥത്തിൻ്റെ പ്രൊപ്പഗൻഡിസ്റ്റാണ് ഞാൻ എൻ്റെ മതത്തിൻ്റെ ആശയങ്ങളുടെ പ്രൊപ്പഗൻഡിസ്റ്റാണ്. എനിക്ക് മറ്റൊന്നിനെയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ബാക്കിയെല്ലാം പൂജ്യമാണ് എന്ന് തെളിയിക്കുകയും, പൂജ്യമാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പൂജ്യത്തിനുള്ളിൽ കുറേ സ്ഥലം ഉണ്ട് സ്വതന്ത്രമായി എന്നുള്ളത് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ കയറി നിൽക്കാമായിരുന്നു. മാത്രമല്ല, പൂജ്യത്തിന് മറ്റ് അതിസുന്ദരമായ മറ്റൊരർത്ഥം കൂടി വേണമെങ്കിൽ നമുക്ക് കൽപ്പിക്കാം, ഉദാര മനസ്സുള്ളവർക്ക് കൽപ്പിക്കാം. പക്ഷേ പൂജ്യത്തിനും താഴെ മറ്റേതെങ്കിലും ഒരു സ്ഥാനം നമുക്ക് കൽപ്പിച്ചു തരാനുണ്ടെങ്കിൽ അവരൻ അതിൻ്റെ പ്രയോക്താവായി, ഉപയോക്താവായി വന്ന് നിന്ന് നമ്മെ നിരന്തരം കശാപ്പ് ചെയ്യുകയാണ്. നിരന്തരം കശാപ്പ് ചെയ്യുമ്പോൾ സ്വന്തം കഴുത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. ഞാൻ ആട്ടിത്തെളിക്കുന്ന ആടുമാടല്ലല്ലോ. ഓർമ്മ വെച്ച കാലത്തെങ്ങോ വായിച്ച വിവേകോദയം മാസികയിൽ വായിച്ച അച്ഛൻ്റെ പുസ്തകശേഖരത്തിൽ നിന്ന് വായിച്ച മണികണ്ഠ വിജയം എന്നൊരു കഥ പെട്ടെന്ന് അകത്തേക്ക് തുറക്കുന്ന വാതിലുകൾക്കുള്ളിലൂടെ ഞാൻ കാണുകയാണ്. ഓർമ്മയുടെ ശേഖരത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. സാൻസാറ് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മൺമറഞ്ഞു. പക്ഷെ കഥ മരിക്കുന്നില്ല. കഥയുടെ പേര് മണികണ്ഠ വിജയം എന്നാണ്. അയൽ സംസ്ഥാനത്ത് നിന്ന് ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന ഒരു പറ്റം കന്നുകാലികളിൽ ഒന്നിൻ്റെ പേരാണ് മണികണ്ഠൻ. മണികണ്ഠൻ്റെ കഴുത്തിൽ അതിശക്തിയായി ശബ്ദം കേൾപ്പിക്കുന്ന, ദൂരെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്. മണികണ്ഠൻ ശക്തനാണ്, ഒരു കാളയാണ്, അതിശക്തനാണ്, കൂർത്ത കൊമ്പുണ്ട്, കണ്ടാൽ കുഴപ്പമില്ല, സുന്ദരനാണ്. മറ്റ് കന്നുകാലികളേക്കാൾ ഇവൻ ആരോഗ്യമുണ്ട്, കൊഴുപ്പുണ്ട്, ധാർഷ്ട്യവുമുണ്ട്, അഹങ്കാരവുമുണ്ട്. ആരെയും മുന്നിലടക്കാൻ അവൻ സമ്മതിക്കില്ല. പക്ഷേ ഇതിൻ്റെ കാവൽക്കാരൻ അവനെ പുറകിലാണ് നടത്തിയത്. കാരണം അവൻ ഉപദ്രവകാരിയാണ്. എപ്പോഴൊക്കെ സന്ദർഭം കിട്ടുന്ന അവൻ തൊട്ടു മുമ്പിൽ പോകുന്ന കാളയെ കുത്തും. അവൻ വഴിയുണ്ടാക്കും, കണ്ടുപിടിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം മുന്നേറ്റത്തിന് ശ്രമിക്കുമ്പോഴും അവൻ്റെ ശരീരത്തിൽ കാവൽക്കാരൻ്റെ ഒരു കുത്തേൽക്കും. അയാളുടെ വടിയുടെ തുമ്പിൽ ഒരു ആണി തറച്ചു വെച്ചിട്ടുണ്ട്. മിക്കവാറും ആ കുത്ത് ഈ അക്രമിയായ മണികണ്ഠൻ്റെ ശരീരത്താണ് പതിക്കുക. അപ്പോഴവൻ പതുക്കെ ഒന്ന് പിന്മാറും. വീണ്ടും നൈസർഗികമായ, സ്വതസിദ്ധമായ അവൻ്റെ അക്രമവാസന, അവൻ്റെ കീഴടക്കാനുള്ള പ്രവണത, ഞാൻ മുന്നിൽ എന്ന പ്രവണത അവൻ്റെ മനസ്സിനെ കീഴടക്കും. അതുകൊണ്ട് അവൻ വീണ്ടും കരുത്താർജിച്ച് അടുത്തു പോകുന്ന, മുന്നിൽ പോകുന്ന എല്ലാ മൃഗങ്ങളെയും അവൻ ആക്രമിക്കും. അവൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നവന് സഹജീവികളാണ്, ആ ഓർമ്മയില്ല. അവസാനം ഒരുപാട് യാത്രകൾക്ക് ശേഷം അവനത് സാധിക്കുക തന്നെ ചെയ്തു. അവൻ വിജയിച്ചു. അവൻ എന്താണോ ആഗ്രഹിച്ചത് അവൻ വിജയിച്ചു. അവൻ എല്ലാ മൃഗങ്ങളുടെയും മുമ്പിൽ കയറി അവൻ തലയുയർത്തി അഭിമാനത്തോടെ, ഞാൻ വിജയിച്ചിരിക്കുന്നു. തല ഉയർത്തി അവൻ മറ്റു മൃഗങ്ങളെ ഒട്ടുപുച്ഛത്തോടെ, ഞാൻ നിന്നെ കീഴടക്കിയിരിക്കുന്നു, ഞാനിപ്പോൾ നിങ്ങളുടെ
എല്ലാവരുടെയും മുൻപിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതിനായിരുന്നു അവൻ ഒന്ന് തലയുയർത്തി നോക്കാൻ ശ്രമിച്ചത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഒരു സീൽക്കാരത്തോടു കൂടി അവൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു കശാപ്പ് ബ്ലേഡ് താഴേക്ക് വന്നത് അവൻ അറിഞ്ഞില്ല. നിമിഷം കൊണ്ട് പോവുകയും ചെയ്തു. തല അപ്പുറത്ത്, ഉടൽ ഇപ്പുറത്ത്. ചീറ്റിത്തെറിക്കുന്ന ചോരയ്ക്ക് സാക്ഷികളായി കശാപ്പ് പുരയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആധുനിക ജീവിതത്തെ ഇതിലധികം എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് ഒരു കഥയുടെ രൂപത്തിൽ എന്ന് അറിയില്ല. ഇത് പഴയ കഥയാണോ പുതിയ കഥയാണോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. കാലത്തിന് പഴയതും പുതിയതും ഇല്ല. ആശയത്തിന് പഴയതും പുതിയതും ഇല്ല. കാലത്തിനും പാലത്തിനും അവകാശികളും ഉണ്ടാവരുത്. അങ്ങനെ ഇല്ല. പലരും അങ്ങനെ ധരിക്കും എങ്കിൽ പോലും ഇല്ല. കാലം പഴയതല്ല, പുതിയതല്ല. നീ ജീവിക്കുന്ന കാലം പുതിയതാണ് എന്ന് നിൻ്റെ കയ്യിൽ ഒരു മാസ്മരിക ദൃശ്യങ്ങളുള്ള ചെപ്പ് വന്നു ചേർന്നിരിക്കുന്നത് കൊണ്ട് ലോകം ഒരു സ്പർശത്തിൽ നിനക്ക് വെളിപ്പെടുന്നുവെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഇത് പുതിയ കാലവും മറ്റേത് പഴയ കാലവും എന്ന് വെറുതെ ആക്രോശിക്കരുത്, അഭിപ്രായപ്പെടരുത്. വല്ലാതെ നിങ്ങൾക്ക് തെറ്റുപറ്റും. ഈ ഭൂമി പഴയതല്ല, ഈ വായു പഴയതും പുതിയതുമല്ല, ഈ ആകാശം ഇത് രണ്ടുമല്ല, ഈ പ്രപഞ്ചം ഇത് രണ്ടുമല്ല. പ്രപഞ്ചം പഴയതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പ്രാണസങ്കേതങ്ങളൊന്നും പുതിയതും പഴയതും അല്ല. ഈ ഭൂഗുരുത്വാകർഷണം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചായിരിക്കും. പഴയതല്ല. വെറുതെ പുതിയത് പഴയത്, ആധുനികം പുരാതനം, അത്യന്താധുനികം അത്യന്താധുനികം. ക്ലാസ് റൂമിലെ അക്കാദമിക് ചർച്ചകളിലൊന്നും ഈ പദം നിങ്ങൾ ആവശ്യത്തിലധികം ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് വല്ലാതെ തെറ്റുപറ്റും. നിങ്ങളൊരു ആശയം സ്വീകരിക്കുന്ന ഖുർആൻ ഇന്നലെ ഉണ്ടായതാണോ? നിങ്ങൾ ആശയം സ്വീകരിക്കുന്ന ബൈബിൾ ഇന്നലെ ഉണ്ടായതാണോ? KF ജോർജ് മിനിഞ്ഞാന്ന് കുത്തിയിരുന്നുണ്ടാക്കിയതാണോ ഇത്? അല്ല. ഇതൊക്കെ പഴയതാണ്. വളരെ 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 പഴയതാണ്. നിങ്ങളുടെ തലമുറകൾ എത്രയോ കാലം ജീവിച്ച അനുഭവമാണ്. ഈ ദർശനങ്ങളൊന്നും ഇന്നലെ ഉണ്ടായതല്ല. ഇതൊന്നും പുതിയതാണെന്നൊന്നും കരുതി കളയരുത്. നിങ്ങളുടെ മഹാഭാരതം എന്താ പുതിയതാ? നിങ്ങളുടെ ഉപനിഷത്തുകളെല്ലാം പുതിയതാണോ? വേദേതിഹാസങ്ങളുടെ സംഗീതം ഇതെല്ലാം പുതിയതാണോ? ഇല്ല. അതുകൊണ്ട് ഞാനാണ് പുതിയത്, എൻ്റെ ഫ്രെയിമാണ്, എൻ്റെ മുഖം കാണുന്ന ഈ ചെപ്പിൽ മാത്രമാണ് ജീവിത ദൃശ്യം എന്ന് ദയവായി കരുതാരുതിരുന്നാൽ ഈ പുസ്തകത്തിൽ അകത്തേക്കും പുറത്തേക്കും തുറക്കുന്ന വാതിൽ ഉണ്ടാകും. അകത്തേക്ക് തുറക്കുന്ന വാതിൽ വല്ലാത്തൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ജീവിതം പഴയതോ പുതിയതോ ആണെന്ന് പറയാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. ഇതിലെ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് തോന്നും പുതിയതാണ്, പക്ഷേ ഇത് പഴയതിൽ നിന്ന് എടുത്തതാണ്. ഏതോ ഓർമ്മയുടെ താളിയോലയിൽ നിന്ന് ശേഖരിച്ചതാണ്. ഏതോ നാരായത്തുമ്പിനാൽ നൊന്ത് ഞരങ്ങിക്കൊണ്ട് ഓരോരോ കീറോല തന്നിൽ വീണതാണ് ഇതെല്ലാം. ഏതോ മരുഭൂമിയിൽ ജനിച്ച ഒരു മഹത്തായ ആശയമാണ്. ഏതോ മഞ്ഞുമേഖലയിൽ അച്ചടിയൊന്നും കണ്ടുപിടിക്കാത്ത ഒരു കാലത്ത് ആരോ പ്രവചിച്ചതാണ് ചില ആശയങ്ങൾ. അത് കാലങ്ങളിലൂടെ ഒഴുകി മുഴങ്ങി ഇങ്ങനെ നിങ്ങളുടെ ബുദ്ധിയിൽ എത്തിച്ചേർന്ന മുദ്രിതമായതാണ്. അത് നിങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെങ്കിലോ, അകത്തേക്ക് തുറക്കുന്ന ഒരു വാതിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിലോ, നിങ്ങൾ നിങ്ങളുടെ പ്രായത്തെ നിഷേധിച്ച് കളയും, നിങ്ങളുടെ കാലത്തെ നിഷേധിച്ച് കളയും, നിങ്ങളുടെ ഗ്രന്ഥങ്ങളെ മുഴുവൻ നിഷേധിച്ച് കളയും. നിങ്ങളുടെ സർവകലാശാല നിങ്ങൾ പൂട്ടി, അതിൻ്റെ താക്കോലും കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിരിക്കും. നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്തിനാണെന്ന് നിങ്ങളോട് ചോദിക്കും. ഞാൻ എളിയ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ നിന്ന് നൊസ്റ്റാൾജിക്കെന്ന് നിങ്ങൾ ആരും ആക്ഷേപിക്കുകയില്ല എങ്കിൽ, ഇയാൾ ഇപ്പോഴും ആ ഗൃഹാതുരത്വം പഴയതൊന്നും വിട്ടിട്ടില്ല എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുകയില്ലെങ്കിൽ, അഭിപ്രായപ്പെട്ടാലും കുഴപ്പമില്ല, അഭിപ്രായപ്പെടരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എൻ്റെ നൊസ്റ്റാൾജി എൻ്റെ ആത്മബലമാണ്. എൻ്റെ സിരകളെ സംഗീതാത്മകമാക്കാൻ ഞാൻ മുറുക്കി കെട്ടിയിരിക്കുന്നതാണ്. അതിൽ തൊള്ളുമ്പോൾ അതിലാണ് എൻ്റെ സംഗീതം ഞാൻ കണ്ടെത്തുന്നത്.
നിങ്ങളത് ചവിട്ടി പൊളിച്ച് കളഞ്ഞാലോ? അരുത്. എൻ്റെ സംഗീതത്തെ നിങ്ങൾ ആക്ഷേപിച്ച് ചവിട്ടി പൊളിച്ച് കളയരുത്. എൻ്റെ ഗൃഹാതുരത്വം എൻ്റെ ഗ്രാമത്തിൻ്റേതാണ്, എൻ്റെ ബാല്യത്തിൻ്റേതാണ്, എൻ്റെ അച്ഛനും അമ്മയും കൂടി തന്നതാണ്. ഞങ്ങളുടേതൊരു വലിയ കുടുംബമാണെന്ന് മാഷ് പറയുകയായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റേതും ഒരു വലിയ കുടുംബമായിരുന്നു എന്ന് പറഞ്ഞില്ല. എൻ്റേതും വലിയൊരു കുടുംബമായിരുന്നു. 9 മക്കൾ, അച്ഛൻ, അമ്മ, ആരെങ്കിലും വേറൊരാളും കൂടെ ഉണ്ടാകുമല്ലോ. 12 പേർക്ക് പാത്രത്തിൽ വിളമ്പുക ഒരു നേരം എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ ഭാരത്തെക്കുറിച്ച് അല്ല, ആ ജീവിതത്തിൻ്റെ സാധ്യതയെക്കുറിച്ച്, അതിൻ്റെ ധീരതയെക്കുറിച്ച്, അതിൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ച്, അതിൻ്റെ വിയർപ്പിൻ്റെ മൂല്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ ഒരുപാട് വാതിലുകൾ സ്വയം തുറന്നു വരുന്നതാണ്. ഞാൻ എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, നിങ്ങളെക്കുറിച്ചും തന്നെയാണ് പറയുന്നത്. എൻ്റെ പ്രായത്തിലുള്ള നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളിൽ പലരുടെയും വീടിന് അന്ന് ഓടുണ്ടായിരുന്നില്ല, മേയാൻ ഓടില്ലായിരുന്നു. ഓട്ട് കമ്പനികൾ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ വീടുകൾ കോൺക്രീറ്റ് ആയിരുന്നില്ല. വളച്ചും തിരിച്ചും പണിയാൻ നിങ്ങളുടെ എൻജിനീയർമാർക്ക് അന്ന് അറിയുമായിരുന്നില്ലായിരിക്കാം. അങ്ങനെയൊക്കെ നിർമ്മിച്ചവരുണ്ട്. പക്ഷേ ആ നിർമ്മാണത്തിനുള്ള ചെലവ് വഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഓലയായിരുന്നു നിങ്ങൾക്ക് വെയിലിനെയും മഴയെയും തടയാൻ ഉള്ള മേൽക്കൂര നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട ഓല നിങ്ങൾ മെടഞ്ഞുണ്ടാക്കുകയായിരുന്നു. അത് നിങ്ങളുടെ ഭാവനയായിരുന്നു, നിങ്ങളുടെ കാവ്യാത്മകമായ കരവിരുതായിരുന്നു. 2 ഓല ഇങ്ങനെ എറുത്ത്, ഒരോല നടുക്ക് നിർത്തും, ഒരോല ഇങ്ങനെ എടുക്കും. ഒന്ന് മടക്കും, ചൂട്ടിൽ നിന്ന് മടക്കി ഇങ്ങോട്ട് കയറ്റും, ഇങ്ങോട്ട് കയറ്റിയിട്ടൊരു പിടി ഒരടയ്ക്കണം. ഇത് ചെയ്യുന്നത് കണ്ടാൽ അവർ വീണ വായിക്കുകയായിരുന്നു എന്ന് തോന്നും. അതെ, വീണ വായിക്കുകയാണ്. ഓല മെയ്യുന്നതിന് ഋതമുണ്ട്, ഒരു താളമുണ്ട്. നിങ്ങൾ താളം കലാമണ്ഡലത്തിൽ നിന്ന് കണ്ടുപിടിച്ചതാണെന്നൊന്നും പറയരുത്. നിങ്ങൾ സർവകലാശാലയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് താളം, പറഞ്ഞു കളയരുത്. താളം ജനജീവിതത്തിൻ്റെ അധ്വാന മേഖലയിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പോയതാണ്, അവിടത്തേക്ക് പോയതാണ്. എൻ്റെ വിരലിൽ നിന്ന്, എൻ്റെ പാദത്തിൽ നിന്ന്, എൻ്റെ ചവിട്ടടിയിൽ നിന്ന്, എൻ്റെ വിയർപ്പ് വീണ ഈ നനഞ്ഞ താളമുണ്ടല്ലോ, ഇത് അങ്ങോട്ട് കയറിപ്പോയതാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അസംസ്കൃത ജ്ഞാനം. ഇതാണ്. പിന്നെയാണ് നിങ്ങളുടെ സംസ്കൃത ജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെ ഭൂമിയിൽ വെച്ച് മനോഹരമായി നെയ്തെടുത്ത ഈ പായ, ഈ ഓലപ്പായ ഇവിടെ നിന്ന് അവിടെ മുകളിൽ മേയാൻ കയറിയിരിക്കുകയാണ്. ഇവൻ മാനേജ്മെൻ്റ് ഇല്ല. നാട്ടിലെ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ, കാര്യപ്രാപ്തിയുള്ള ചെറുപ്പക്കാർ, സഹകരണബോധമുള്ള ചെറുപ്പക്കാർ, സ്നേഹമുള്ള ചെറുപ്പക്കാർ, അവരുടെ കൂട്ടായ്മ. നിങ്ങൾക്കിപ്പോൾ സഹകരണ ബാങ്കുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. നിങ്ങളുടെ സഹകരണ ബാങ്ക് കാണെ അപഹരണ ബാങ്കായത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. പക്ഷെ ഒന്നും അപഹരിക്കാനില്ല അവിടെ. ഇത് മുറ്റത്ത് നിന്ന് അങ്ങോട്ട് പഴയ ഒരോലയും പുതിയ ഒരോലയും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊരുത്ത് ഇങ്ങനെ ഒരൊറ്റ അറ്റാണ്. ചിലപ്പോൾ അത് കണ്ണിൽ കൊള്ളുകയില്ല. അവിടെ അത് ചെല്ലുന്നു, പറന്നു ചെല്ലുന്നു, ഒരു ചിറകിൽ എത്തിപ്പിടിക്കുന്നത് പോലെ ആ 2 ഓലക്കീറിൽ പൊത്തിപ്പിടിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ കയ്യിൽ അത് ഭദ്രം. ഇത് കെട്ടാൻ നാര് ഓലയുടെ തന്നെയാണ്. തീജ്വാലയിലാണ് അത് വഴട്ടിയെടുക്കുന്നത്. ഈ ഓല ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം, ചൂട് പിടിപ്പിച്ച്. ഒരു സർവകലാശാലയിലും ഇയാൾ പഠിച്ചിട്ടില്ല. കരിയാതെ ഓല വഴങ്ങിക്കിട്ടാൻ എത്ര നേരം ജ്വാലയിൽ ഓല താഴ്ത്തി വയ്ക്കണം എന്ന് ഈ വീട്ടുകാരൻ ആരാ ജ്ഞാനം കൊടുത്തേ? നിങ്ങളാണോ? ഓ, തെർമോമീറ്റർ കൊണ്ടുവച്ച് താപ വളർന്ന് നോക്കിയിട്ടായിരിക്കും ഇതിങ്ങനെ വഴറ്റിയെടുത്തേ. ഇന്ന് പോണം സാറേ. നാട്ടറിവുകളുടെ മഹാസങ്കേതത്തിൻ്റെ എൻസൈക്ലോപീഡിയ ഒരിക്കൽ പോലും കാണാത്തവൻ എൻ്റെ ചവിട്ടടിക്കുള്ളിലുള്ള ഭൂമിയെ ഒരിക്കലും കാണാൻ പോകുന്നില്ല. അവനത് പിടിക്കുന്നു, അവൻ ആ നാര് ചേർക്കുന്നു, അവനത് കിട്ടുന്നു, മണിക്കൂറുകൾക്കകം പുരമേഞ്ഞ് കിട്ടുന്നു. ചുരുക്കി ഞാൻ പറയുകയാണ്, അവരൊക്കെ കൂടെ താഴെ വരുന്നു. അവരുടെ ശരീരം മുഴുവൻ പുകയറ പിടിച്ച് കറുത്ത് ഉണ്ടാവും, വേർത്തൊഴുകുന്നുണ്ടാവും. തൊട്ടടുത്ത് തെളിനീർ ചോലയുണ്ട്. നിങ്ങൾ ആധുനികന്മാരായതുകൊണ്ട് ഒരു ചോലയിൽ പോലും മുങ്ങിക്കുളിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ വീഗാലാൻഡിൽ പോയി ഫീസ് കൊടുത്ത് ആരെങ്കിലുമൊക്കെ മൂത്രമൊഴിച്ച് വെച്ചിരിക്കുന്ന
തുപ്പിപ്പോയിരിക്കുന്ന കുലുകുഴിഞ്ഞൊഴിക്കുന്ന വെള്ളത്തിനകത്തിൽ മുങ്ങി വന്ന് എൻസെഫലൈറ്റിസ് പിടിക്കും എന്ന് ഭീഷണിപ്പെടുത്തപ്പെട്ട് കഴിയുന്ന അത്യന്താധുനികന്മാരാണല്ലോ. ഞങ്ങൾ പഴഞ്ചന്മാരാണ്, ഒരു സംശയമില്ല. ഞങ്ങൾ ഗ്രാമീണന്മാരാണ്. ഞങ്ങൾ ഭാരിച്ച കുടുംബത്തിൽ ജനിച്ചതാണ്. ഞങ്ങൾ കോണകമൊക്കെ എടുത്ത് വളർന്നവരാണ്. അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾക്ക് സമ്മതിക്കാൻ ഇപ്പോൾ എന്താ അല്ലേ ജോൺ സാറ്? ഞങ്ങൾ പ്ലാവിലയിൽ കഞ്ഞി കുടിച്ച വെറും സാധുജനങ്ങളാണ്. ഞങ്ങൾക്കിങ്ങനെ ഈ വെള്ളിക്കരണ്ടിയും സ്വർണ്ണക്കരണ്ടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കിതൊന്നും സമ്മതിക്കാൻ യാതൊരു മടിയുമില്ല. നിങ്ങളാരെങ്കിലും ഇപ്പം ഞങ്ങളെ തന്ത വൈബെന്ന് വിളിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. KFനെയൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് തന്ത വൈബെന്നാണ്. പ്രായമായവരെയൊക്കെ വിളിക്കുന്നത് തള്ള വൈബ്. കുഴപ്പമൊന്നുമില്ലല്ലേ? രണ്ടും ഉണ്ടല്ലോ, തള്ളയുമാണ് വൈബും ഉണ്ട്. അതിപ്പോൾ എന്താ അതങ്ങനെ വിളിക്കുന്നെങ്കിൽ വിളിച്ചു കൊള്ളട്ടെ എന്ന് പറയല്ലാതെ യാതൊരു നിവൃത്തിയില്ല. കുളിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിസമർത്ഥമായൊരു സദ്യയാണ്. ഈ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കഞ്ഞിയും ചക്കയും അവർക്ക് കൊടുത്തിരുന്നു. ഈ കഞ്ഞിയുടെയും ചക്കയുടെയും സ്വാദ് ഇപ്പോഴും നാവിൻ്റെ മുകുളത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു മനുഷ്യായുസ് ഞാൻ ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുടിച്ചു നോക്കണം, അറിയാം. നിങ്ങളുടെ ഈ ദുർഗന്ധമൊന്നുമുള്ള ഭക്ഷണമൊന്നുമല്ല അന്ന്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു എണ്ണയിലൂടെ നിങ്ങൾ ഈ ഫോണിനകത്തിലൂടെ അങ്ങോട്ട് പറയുന്ന ഉടനെ ഒരുത്തൻ ഈ സ്കൂട്ടറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ എന്തൊരു ഈ കമ്പോളത്തെ നിങ്ങളിങ്ങനെ വിശ്വസിക്കുന്നില്ലോ. എന്ത് ചേർത്തു അതിൻ്റെ പൊടി നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് അതിൻ്റെ മണം അറിഞ്ഞുകൂടാ, ആര് ചേർത്തു എന്ന് അറിഞ്ഞുകൂടാ, ആരുടെ വിയർപ്പുള്ളിയാണ് ഇതിൽ ഇട്ട് വീണിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തൊരു അന്ധമായ വിശ്വാസികളാണ്. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരും വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത തരത്തിൽ ഇല്ലേ? നിങ്ങൾക്ക് എന്തോ അകത്താട്ടാണ് നിങ്ങളുടെ വാതിലെല്ലാം തുറക്കുന്നത്. നിങ്ങൾ ചുമ്മാതെ കച്ചവട സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ വാതിലെല്ലാം തുറന്നിട്ടിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നെ ഒന്ന് ചതിക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. നേരം വൈകുന്നതിന് മുമ്പേ എന്നെ ആരെങ്കിലും ഒന്ന് ഇന്ന് ആരും ചതിച്ചില്ലല്ലോ, എന്നെ ആരെങ്കിലും ഒന്ന് ചതിക്കാൻ വന്നെങ്കിൽ കിടന്നുറങ്ങാമായിരുന്നു സമാധാനത്തിനോട് വിചാരിക്കാം. സ്വസ്ഥമായിട്ടൊന്ന് കുളിച്ച് വന്നാൽ ഇലയിട്ട് ഒരൂണാണ്. നാട്ടിലെ ചെറുപ്പക്കാർ സന്തോഷത്തോടെ പോകുന്നു. ഈ വീട്ടിലെ ചെറുപ്പക്കാരൻ അവൻ്റെ പരമയാൻ പോകുന്നു. ആ വീട്ടിലെ ചെറുപ്പക്കാർ എൻ്റെ പരമയാൻ വരുന്നു. ഇതാണ് ഏറ്റവും വലിയ സഹവർത്തിത്വം, ഏറ്റവും വലിയ സാമൂഹ്യ യാഥാർത്ഥ്യം. ഇതാണ് ഏറ്റവും വലിയ കരുത്ത്, ഇതാണ് ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ഇത് മുഴുവൻ തോണ്ടി എറിഞ്ഞതിന് ശേഷം നിങ്ങൾ സാമൂഹ്യ ജീവിതത്തിന് വേറൊരർത്ഥം കൽപ്പിച്ച് തന്ന് മക്കളെല്ലാം ചീത്തയാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. മക്കളെ ഞാൻ കുറ്റം പറയാം, അവരെല്ലാം മയക്കുമരുന്നാണ്, അവരെല്ലാവരും കഞ്ചാവാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ലല്ലേ? ഈ കുട്ടികളാരും പോയി മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല. ഈ കുട്ടികളാരും കഞ്ചാവ് ചെടി നട്ടു വളർത്തിയിട്ടില്ല. ഈ കുട്ടികളാരും മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല. ഈ കുട്ടികളാരും സിറിഞ്ച് കണ്ടുപിടിച്ചിട്ടില്ല. ഈ കുട്ടികളാരും അവരവരുടെ അച്ഛനും അമ്മയ്ക്കും മയക്കുമരുന്ന് കുത്തിവെക്കാൻ കൊണ്ടുചെല്ലുന്നില്ല. ഇല്ല. നിങ്ങളെന്താ നന്നാവാത്തത്? മുതിർന്ന തലമുറയുടെ മനസാക്ഷിയുടെ നേത്രങ്ങൾ തുറന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ ഉണ്ടല്ലോ ഒട്ടങ്ങിയിരുന്നു പോകും. അതുകൊണ്ട് അകത്തേക്ക് തുറക്കുന്ന ഈ വാതിൽ നിസ്സാരപ്പെട്ടൊരു പുസ്തകമാണെന്ന് കരുതരുത്. ഈ പുസ്തകത്തിൽ ഇതിഹാസമുണ്ട്, പുരാണമുണ്ട്, വിശുദ്ധവാക്യങ്ങളുണ്ട്, ദർശനമുണ്ട്. ഈ പുസ്തകത്തിൽ വേദമുണ്ട്, ഉപനിഷത്തുകളുടെ അംശങ്ങളുണ്ട്, സാരാംശങ്ങളുണ്ട്, സത്തയുണ്ട്. ഇതിൽ സാഗരം, ഒരു തുള്ളി സാഗരമാണ് മുത്താകുന്നത്. ഈ സാഗരം ഒരു തുള്ളി ഒരു ചിപ്പിയിൽ വെച്ച് കാത്തു, തപസ് ചെയ്തു. നിരവധി നാൾ നിങ്ങൾ കാണാത്ത ഒരിടത്ത് അടക്കത്തോടുകൂടി ഏകാഗ്രമായ തപസ്സിലായിരുന്നു. കാലം പോകെ ഈ ഒരു തുള്ളി കടൽ ചിപ്പിയിലിരുന്ന് അതിസുന്ദരമായി മുത്തായി വിളഞ്ഞ് ഏത് കമ്പോളത്തിലും ഏത് രാജ്യത്തും ഏത് കാലത്തും അമൂല്യമായ ഒരു മുത്തായി അത് ഇപ്പോഴുമുണ്ട്. അത് കോർത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇടാം, സൂക്ഷിച്ചു വെക്കാം. ഏത് അലമാരിയിലും വയ്ക്കാം, കഴുത്തിലും വയ്ക്കാം, ഉദരത്തിലും വയ്ക്കാം, കമ്പോളത്തിലും വയ്ക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. എവിടെ വെച്ചാലും അത് അമൂല്യമാണ്. അതുകൊണ്ട് ചില അക്ഷരങ്ങൾ, ചില പുസ്തകങ്ങൾ അമൂല്യമാണ്. നമ്മെ വിശുദ്ധമായ ആത്മപാഠങ്ങളിലേക്ക് നയിക്കാൻ, ചില സന്ദേശങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൈപിടിച്ച് നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ ചില ആശയങ്ങൾ, അഭിപ്രായങ്ങൾ എത്ര വിലങ്ങിട്ടാലും ചിലർക്ക് പറഞ്ഞേ പറ്റൂ. അങ്ങനെ അഭിപ്രായം സ്വതന്ത്രമായി പറയാൻ കഴിയാത്ത ഈ കാലത്ത് അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് സ്വതന്ത്രമായി ആവിഷ്കരിക്കണം എന്നൊരു പാഠം കൂടി മുമ്പോട്ട് വെച്ച് നിങ്ങളുടെ വാതിൽ, ആത്മവാതിൽ നിങ്ങൾ തന്നെ തുറന്നിടൂ. അതിൻ്റെ അസാധാരണമായ അഗാധമായ മൂല്യശോഭയിലേക്ക്
ഒരു ജനതയുടെ സംസ്കാരത്തെ ലാളിത്യത്തോടെ സ്നേഹത്തോടെ നയിക്കാൻ കഴിയുന്ന ചില പുസ്തകങ്ങൾ വേണം, ചില എഴുത്തുകാർ വേണം, ചില മാതൃകകൾ അവിടെ നമുക്ക് വേണം, ചില ഗുരുജനങ്ങൾ വേണം, ചില മുതിർന്ന സഹോദരങ്ങൾ വേണം, ചിലപ്പോൾ അനുഭവ സാക്ഷ്യങ്ങൾ ചിലതങ്ങനെ വേണം, കൂടിയേ കഴിയും അല്ലേ. ദീപസ്തംഭങ്ങൾ അങ്ങനെ അവിടെ ഇല്ല എങ്കിൽ അസംഖ്യം കപ്പലുകളുണ്ട്, അസംഖ്യം തോണികളുണ്ട്, അസംഖ്യം യാത്രക്കാരുണ്ട്. ഇതിൻ്റെ പ്രകാശം കണ്ടിട്ട് വേണം അവർക്ക് ദിശ നിശ്ചയിക്കാൻ. അല്ലെങ്കിൽ അവർ വല്ലാതെ വഴിതെറ്റി സഞ്ചരിച്ചു പോകുമല്ലോ എന്നുള്ളതുകൊണ്ട് അതിമനോഹരമാണ് ഈ പുസ്തകം. എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പുസ്തകം അണിയിച്ചിരിക്കുക ആത്മാ ബുക്സിൻ്റെ ചുമതലക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കും കൂടി ഈ പുസ്തകത്തിൻ്റെ പ്രമുക്തി വേളയിൽ ഒരു വാക്ക് അഭിനന്ദനമായി ഞാൻ പറയേണ്ടതുണ്ട്. KF ജോർജ് പരിചയസമ്പന്നനാണ് ഭാഷയിൽ. പത്രത്തിൽ നിരന്തരമായി ജോലി ചെയ്തിരുന്നതുകൊണ്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞില്ലേ, അത് ഈ അനിൽ രാധാകൃഷ്ണനോ KF ജോർജോ ഒക്കെ ആണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് പകുതിയാക്കി ഇപ്പോൾ തന്നേനെ. ഗോപിയേട്ടന് അത്രയൊന്നും പറയണ്ടായിരുന്നു, അത് ഞങ്ങളത് എഡിറ്റ് ചെയ്ത് തരാമായിരുന്നു. അപ്പം മനോഹരമായ ഒരു എഡിറ്റിങ്ങിന് വിധേയമായ പുസ്തകമാണിത്. നിങ്ങൾ ഈ പുസ്തകം തീർച്ചയായിട്ടും വായിക്കുക. നിങ്ങൾ മാത്രമല്ല വായിക്കേണ്ടത്, വീട്ടിലെ ഇളയ കുട്ടികൾക്ക് കൂടി ഇത് കൊടുക്കണം, അയൽക്കാർക്ക് കൊടുക്കണം. ഞാൻ ഈ ഇതിനെക്കുറിച്ച് 2-3 സ്ഥലത്ത് പറഞ്ഞ് ഈ പുസ്തകത്തിൻ്റെ ആശയം സ്വീകരിച്ചുകൊണ്ട് അത്രമേൽ എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു. കാരണം ഈ പുസ്തകം കഠിനമായ ആശയങ്ങളൊന്നും കുത്തിച്ചെലുത്തിയുള്ള മുഖത്തേക്ക് നിങ്ങളെ കടത്തി വിടുന്നില്ല. ഒരു ദുർഗ്രഹതയും ഈ പുസ്തകത്തിലില്ല. നിലാവിൽ സഞ്ചരിക്കുന്നത് പോലെ, ഒരു തപോവനത്തിൽ കയറി കാറ്റ് കൊള്ളുന്നത് പോലെ അല്ലേ. ഉദാരമതിയായ ഒരു വിട്ടച്ചൻ മണൽമുറ്റത്ത് അയൽവക്കക്കാരെ വിളിച്ചിരുത്തി സ്നേഹത്തോടെ വർത്തമാനം പറയുന്നത് പോലെ, ആതിര ഒരു പാട്ട് പാടുന്നത് പോലെ, അവർ ഒന്നൊരു ഡാൻസ് കളിച്ചതുപോലെ എത്ര സുന്ദരമായി നമുക്കിതൊക്കെ ആശയമൊക്കെ പറയാം അല്ലേ. പാരിജാതം തിരുമിഴി തുറന്നു എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപ്പലമിഴി. ബാക്കി ആതിരയ്ക്ക് മാത്രമേ പാടാൻ പറ്റൂ, എനിക്ക് പാടാൻ പറ്റുന്നത്. എന്തിനാ ഈ ഗോപിയേട്ടൻ വേണ്ടാത്ത ജോലിക്ക് പോകുന്നത് എന്ന് പാട്ടുകാരെ കൊണ്ട് പറയാതിരിക്കാനേ ഇവിടെ നിർത്തിയത്. ആ പാട്ട് കേൾക്കുന്നത് പോലെയാണ് ഞാൻ ഈ പുസ്തകം വായിച്ച്. അതുപോലെ ലാളിത്യം, അതുപോലെ രസകരം, അതുപോലെ ഈണം, അതുപോലെ ഇണക്കം, മനസ്സിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് സ്വയം പടർന്ന് കയറുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നല്ല പുസ്തകം. ഈ നല്ല പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം 3 വാക്കുകൾ പറഞ്ഞു: വിശുദ്ധം, ശ്രേഷ്ഠം, ദിവ്യം. പറഞ്ഞില്ലേ? ഈ പുസ്തകത്തിന് കിട്ടാവുന്ന ത്രിമൂർത്തി മുദ്രയാണിത് അല്ലേ. അങ്ങനെയാണ് പറഞ്ഞത്, ഞാനത് ഓർത്ത് വെച്ചതാണ്. അതെ, ആ 3 വാക്യങ്ങൾ ഈ പുസ്തകത്തോട് ചേർത്ത് വെച്ച്, വാക്കുകൾ ഈ പുസ്തകത്തോട് ചേർത്ത് വെച്ച് ഈ പുസ്തകം പ്രമുക്തമാക്കാൻ എനിക്ക് ലഭിച്ച ഈ സന്ദർഭത്തെ ഞാൻ മനസ്സുകൊണ്ട് ആഘോഷിച്ച് അഭിമാനത്തോടും ആത്മാർത്ഥതയോടും ഈ പുസ്തകവിധ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് പ്രമുക്തമാക്കിയതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.